അത് കണക്കുകൂട്ടുകയല്ല. ഒരു ദിവസം 12,000-ഓളം കുപ്പി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുള്ള ഒരു സ്ഥാപനത്തിൽ 3 മാസക്കാലത്തോളം 1000 ml കുപ്പി ഉൽപ്പാദനമേ ഇല്ല. അതിനുശേഷം ഉണ്ടായിരുന്ന 750 കുപ്പി അതും നിന്നു. അപ്പോൾ ഒരു ദിവസം എത്രമാത്രം നഷ്ടമുണ്ടാകും? അത് കണക്കൂട്ടാൻ വേണ്ടിയാണ് ടാക്സ് സെക്രട്ടറി ഉൾപ്പെടെ അതിന് മന്ത്രി യോഗം കൂടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുൾപ്പെടെ അന്വേഷണം നടക്കുന്നുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. സർക്കാരിൻ്റെ മദ്യനയത്തിൻ്റെ ഒരു കുഴപ്പമില്ല. സർക്കാർ മദ്യനയം പുതുതായി രൂപീകരിക്കും. ഈ ഗവൺമെൻറ് അധികാരത്തിൽ ഒരു മാസമേ ആയുള്ളൂ. കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിലൊക്കെ തന്നെ നിയമസഭാ ചോദ്യങ്ങളൊക്കെ വായിച്ചപ്പോൾ 8 മാസത്തോളം വൈകിയാണ് മദ്യനയം വന്നത്. എന്താണെങ്കിലും ഈ നിയമസഭാ സമ്മേളനം കഴിഞ്ഞാലുടൻ തന്നെ UDF സർക്കാരിൻ്റെ മദ്യനയത്തിൻ്റെയുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പിൻ്റെ ചർച്ചകൾ ആരംഭിക്കും. എല്ലാ ജനവിഭാഗങ്ങളുമായി സംസാരിക്കും. വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അതേ സമയത്ത് തന്നെ സംസ്ഥാനത്തിൻ്റെ സാഹചര്യം കൂടി കണക്കെടുത്തിലുള്ള ഒരു മദ്യനയം ഉണ്ടാകും. മന്ത്രിയാണ് സമയത്ത് ഒരു കത്തിടപാട് നടത്തുകയും അതിന് സാധ്യതകളെല്ലാം നോക്കുകയും ചെയ്താണ് രേഖകളടക്കം മുഖ്യമന്ത്രി മിനിസ്റ്ററിൽ പറഞ്ഞു. ആ കത്തടക്കം പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ സമയത്തും നീക്കുന്നുണ്ടായിരുന്നു ബെക്കാടിയെ കൊണ്ടുവരാൻ. ഞാൻ പറഞ്ഞല്ലോ, അത് ബെക്കാടിയെ കൊണ്ടുവരാനുള്ള കത്തിടപാട് 2000 കാലം മുതലേ ഉണ്ടല്ലോ. ഇവിടെ ഈ ലോ ആൽക്കഹോളിക് ബിവറേജസ് എന്ന് പറയുന്നൊരു സങ്കല്പം തന്നെ കൊണ്ടുവന്ന LDF ആണ്. ഇവിടിപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ട ന്യായീകരണം അത് ഈ പഴവർഗ്ഗങ്ങളിൽ നിന്നും മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഹോട്ടി വൈനും ഹോട്ടി ലിക്കറുമാണ് LDF ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ മദ്യം ഇങ്ങനല്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ കളവാണ്. കാരണം